ഇന്നത്തേത് നല്ല സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഓട്സ് പുട്ട് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഓട്സ് കുറച്ച് മിക്സിയുടെ ജാറിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് പൊടി വേറൊരു പാത്രത്തിലേക്ക് വേണ്ടി മാറ്റി വെക്കുക. അത് പിന്നെ നമുക്ക് ആവശ്യമുണ്ട് ഞാൻ പറയാം കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുട്ടിന് വേണ്ടി കുഴച്ചെടുക്കാം. അപ്പം ഈ പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കുക. അപ്പോൾ അത് ഈ ഒരു പരിവായി കിട്ടും. നിങ്ങൾ പേടിക്കേണ്ട, വെള്ളം കൂടിയിട്ടൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എന്നാകെ അത് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പം പേടിക്കേണ്ട. അപ്പം ഇതായതിനു ശേഷം ഒരു 15 മിനിറ്റ് ഒരു 20 മിനിറ്റ് മിനിമം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വലിയ വലിയ കട്ടകളായിട്ടുള്ളതൊക്കെ ഒന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ പൊടിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് ഒന്നും കൂടെ മിക്സിയിലിട്ടതൊന്ന് പൊടിച്ചെടുക്കാം. ഇതും നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓട്സ് പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടുള്ളൂ കേട്ടോ. അതും കൂടി ചേർത്തൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരെ തന്നെ പുട്ടും കുറ്റിയിലേക്ക് ഇട്ട് തേങ്ങയും ചേർത്ത് നല്ല അടിപൊളി പുട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനത് ഡിന്നറിന് വേണ്ടി റെഡിയാക്കിയതാണ്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ നിങ്ങൾക്കത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഹെൽപ്പറെ നിങ്ങൾ കണ്ടല്ലോ, അവൻ ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വീഡിയോൻ്റെ ക്ലാരിറ്റിക്ക് കുറച്ച് കുറവുണ്ടാകും. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക, നിങ്ങൾ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട കേട്ടോ.